ഏയ് ഇതാരത്? മിണ്ടരുത്. ഇതെന്തീ കാണിക്കണ്? ഈ KSRTC ജോലി ചെയ്യുന്നവരെ കാണാണ്ടായി എന്ത് ചെയ്യും? ആരെ കാണാണ്ടായത്? എന്റെ ബോയ് ഫ്രണ്ടിന്. ഓ, ആളെ കണ്ടെങ്ങനെ ഇരിക്കും? നല്ല ബോറാ. അപ്പൊ ആളുടെ സ്വഭാവം നല്ല വൃത്തികെട്ട സ്വഭാവ. എന്നാ പിന്നെ അന്വേഷിക്കണ്ട, അങ്ങോട്ട് പോട്ടെന്ന് വെച്ചാ പോരെ. എനിക്ക് എങ്ങനെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റും? ഇപ്പൊ എന്താ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാത്തെ? ഇനി നിന്നെ പോലെ വെറുതെ നുണരുതി പിടിപ്പിക്കല്ല, ഇവിടെ കുറെ പണിയുണ്ട്. എന്തായാലും ആ പണിക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും നല്ല അഭിപ്രായ. I missed you. I missed you too. And I love. സാറേ, സാർ ഇവിടെ ഒന്നുമില്ല, കേറി വിടം പിടിച്ച് അങ്ങനെ. സാർ പോൻ. അയ്യോ അയ്യോ പോണ്ട, ഇത് പോയി. ആളെന്താ കണ്ട് നീ അടിക്കറി ഇങ്ങോട്ട് വന്നു മിസ് യു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചോ. കഴിഞ്ഞടാ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. എന്താണ് ശ്രീകേട്ട ഒരു നാണമൊക്കെ? ഏയ് ഒന്നുമില്ല. എന്താ ചേട്ടാ ഒരു പരിഭ്രമം? എന്തെങ്കിലും കണ്ട് പേടിച്ചാ? ഏയ് ഇപ്പൊ അങ്ങോട്ട് കയറി ചെല്ലണ്ടായിരുന്നു. ആര്യതുകൊണ്ടാ, ഞങ്ങൾക്കിത് സ്ഥിരാണ്. സ്ഥിരം ഇങ്ങട്ടാ. എന്താ സാർ വന്നേ? സാറേ, നമ്മുടെ കളക്ഷനൊക്കെ നല്ല പുരോഗമനം ഉണ്ട് കേട്ടോ സാറേ. എന്നാലും അത് സാറേ, ഇടിവണ്ടി ഇറക്കിയും ടയർ പഞ്ചറാക്കിയും ഇപ്പോഴും പല റൂട്ടുകളും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഇടിവണ്ടിയോ? അത് സാറേ, കളക്ഷനിലെ റൂട്ടുകളിലെ ട്രിപ്പ് മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്ന വണ്ടികളെയാണ് ഇടിവണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ നമ്മുടെ ഡ്രൈവേഴ്സ് പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത? കംപ്ലൈന്റ് ചെയ്യാറുണ്ട് സാറേ, പക്ഷെ അവർക്കൊക്കെ പോലീസിൽ നല്ല പിടിപാടാണ്. ബെസ്റ്റ്. പോരാത്തതിന് നമ്മുടെ കൂടെയുള്ള കുറച്ച് പേർ അവരുടെ പക്ഷത്താണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യോ, ഡിസ്മിസ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും നടപടി എടുക്കാം. ആ ചേട്ടൻ എന്താ ചിരിച്ചേ? ഒന്നുമില്ല, സാറിന് അറിയാൻ പാടുന്നേട്ടാ, അവരൊക്കെ വമ്പൻ ലോബികളാ. അവര് വിചാരിച്ചാൽ നമ്മളെയൊക്കെ തീർത്ത് കളയും. ഇവരക്കാരാ? ലോമാരാണോ സാറ് പറഞ്ഞ മറ്റേ ലോബികള്? ഞങ്ങൾ ആനവണ്ടി ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ. ഓ. ഞാൻ പ്രസിഡന്റ്, ഇത് സെക്രട്ടറി. ഹായ്. കണ്ട കൊട്ടേഷൻ ടീമിനെ പോലെ ഉണ്ട്. അതുണ്ട്. കോമഡി. സാറേ, KSRTC കേരളത്തിന്റെ ചങ്കാണ്. അത് നിന്ന് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളം മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാ മതി. എന്ത് ഹെൽപ്പും ചെയ്യാൻ പറ്റുമോ? എന്തോ അങ്ങനെയാണെങ്കിൽ KSRTCയുടെ റൂട്ട് മുടക്കാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് KSRTCക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ? നമ്മുടെ KSRTC നഷ്ടത്തിലാണ് ഓടുന്നത്. എപ്പോഴും KSRTCയിൽ യാത്ര ചെയ്ത് സഹകരിക്കാം. മാത്രമല്ല മാക്സിമം ആളുകളെ KSRTCയിൽ എത്തിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കിട്ടിയില്ലേ സാറേ? ഇവിടെ ടിക്കറ്റ് കൊടുത്തേ. ഹലോ, നമസ്കാരം സാർ. പറയൂ സുഹൃത്തെ. KSRTCയിൽ എല്ലാം നന്നാവുന്നുണ്ട്. സന്തോഷം. പക്ഷേ ഒരേ റൂട്ടിലേക്ക് 3-4 ബസ് ഇപ്പോൾ ഒരുമിച്ച് പോയി സാറേ. എൻ്റെ റൂട്ടിലേക്ക് 1 മണിക്കൂറായി ഞാൻ ബസ് കാത്തു നിൽക്കണം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം സാറേ. തീർച്ചയായും. ഓ ജോസേ, എന്താ സാർ?
എല്ലാ സ്റ്റേഷൻ മാസ്റ്റേഴ്സിനോടും ഇന്ന് തന്നെ പറയണം, ഒരേ റൂട്ടിലോടുന്ന ബസ്സുകളുടെ ടൈം ഗ്യാപ്പ് 10 മിനിറ്റ് ആയിരിക്കണം. അതിന് ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരിക്കണം. അത് ഇന്ന് തന്നെ തുടങ്ങണം. ഇനി ഒരു പരാതി ഉണ്ടാവരുത്. ശരി. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്താൻ സാധിച്ചതെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പറയാൻ സാധിക്കും. കട്ട് സാർ. എന്തുപറ്റി? അല്ല, സാറിന്റെ ആ സ്ഥിരമായിട്ടുള്ള ചിരിയും പ്രസന്നതയും കിട്ടിയില്ല. സാരമില്ല, നമുക്കൊന്നുകൂടെ എടുക്കാം. നമുക്കൊന്ന് റീടേക്ക്. എങ്ങനെ വരാനാ രാകേഷേ? നിങ്ങൾ 5 മിനിറ്റ് പുറത്ത് വെക്കുക. ഇതൊന്ന് പിടിച്ചേ. ഇത് കുറച്ച് കഴിഞ്ഞെടുക്കാം രാജീവ്. ശരി സാർ. നിതിനെ വാ പുറത്തേക്ക്. എന്തോന്നാ രാകേഷേ ഈ നടക്കുന്നേ? കിട്ടിയ വിവരം വെച്ച് അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യും സാറേ. സാറേ, അത് KSRTC നിന്ന കുറച്ചുകൂടി ബിസിനസ് കൂടുമല്ലോ എന്നോർത്താ ഈ പണിക്കിറങ്ങിയത്. ഇതിപ്പോ കളിച്ച് കളിച്ച് ഉള്ള പണി കൂടി ഇല്ലാതാവൂന്നാ തോന്നണേ. അപ്പോ വേണമെങ്കിൽ ഇത് ലാഭത്തിലും ആക്കാം. പിന്നെ 1-2 ബസ്സുള്ള മുതലാളിമാർ നല്ല ലാഭത്തിൽ കൊണ്ട് നടക്കുന്നില്ലേ? പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. എന്നിട്ട് എന്താ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തത്? ശ്രദ്ധിക്കാന്ന് പറഞ്ഞ സമയം വേണ്ട CM. ഇത്രയും വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അത് മനസ്സിലാക്കണം. പിന്നെ നാട്ടിലെ ഉദ്ഘാടനം, കല്യാണം, മരിച്ചണക്ക്, ഈ കാര്യത്തിനെല്ലാം പോയിരുന്നെങ്കിൽ ആളുകൾ എന്നോട് പിണങ്ങും. പിന്നെ ഈ പാർട്ടി മീറ്റിങ്ങിന്റെ ഇടയിലുള്ള വഴക്ക്, ധർണ, ഇതിന്റെ പ്രശ്നം എല്ലാം തീർത്തിടുമ്പോൾ സമയം കിട്ടിയല്ല. പക്ഷെ ഇനി നമുക്കധികം സമയമില്ല. ഇനിയുള്ള 5 വർഷം അവന്മാർ ഉറപ്പായിട്ട് കൊണ്ടുപോകും. പിന്നെയുള്ള 5 വർഷം നമുക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ എന്നാ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. സാർ എന്നാ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് ഇവിടെ തന്നെ ഇരുന്നോ? ഉള്ളത് പറയാലോ സാർ. ഇതൊക്കെ നന്നാക്കാൻ ഒരല്പം ആത്മാർത്ഥത കാണിച്ചാൽ മതി. KSRTC മാത്രമല്ല, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും. ഇപ്പൊ നിങ്ങളോടുള്ള കലിപ്പ് മുഴുവൻ ഞങ്ങളോടാ തീർക്കണേ. അതിന് ഞങ്ങളോട് എന്തിനാ കലിപ്പ്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല, അത് തന്നെയാ കലിപ്പ്. ആ നമ്മളിനി അവന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പാടില്ല. അതിനെന്ത് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കണ്ടേ. നമ്മൾ ഇതിനും മാത്രം ടെൻഷൻ അടിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല. സാറിൻ്റെ ഒരു ഐഡിയ ആണല്ലോ ഇത്. അതുകൊണ്ട് മന്ത്രിസഭ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിലും വലുത് നമ്മളല്ലാതെ തന്നെ ഒതുക്കിയിട്ടുള്ളതല്ലേ രാകേഷേ? മനസ്സിലായി. നമുക്കാർക്കും ഇതിൽ പങ്കില്ല കേട്ടോ. അതും മനസ്സിലായി. ഇവന്മാരെന്തൊക്കെ തല്ലിപ്പൊട്ടിക്കണ്? ഡാക്രിക്കാരാണോ? കമ്പിയും കഷ്ണമൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ വല്ല കൊട്ടേഷനാണോ? ആരും ഓടരുത്. എടാ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? ധൈര്യമായിട്ടുള്ള അടങ്ങൾ ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ ഓടാൻ പറ്റില്ല. പ്ലീസ് ഓടരുത്, പ്ലീസ് ഓടരുത്. മിണ്ടായിരിക്കും ചേട്ടാ. ഒന്നായി ഇത് മുഴുവൻ നഷ്ടത്തിലാണ്. നിങ്ങൾ ഇതിന് പറയുകയാണെങ്കിൽ പറഞ്ഞു തീർക്ക്. അല്ല, ഇത് മുഴുവൻ തല്ലിപ്പൊട്ടിക്കല്ലേ? ശരിടാ, തല്ലി തീർക്കാം. ഇദ്ദേഹമാണ് മെയിൻ ഓഫീസർ. കാര്യങ്ങളൊക്കെ ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ച് നഷ്ടത്തിലാന്ന് പറഞ്ഞ മനസ്സിലാവുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലേ? നീ ഒന്ന് അടങ്ങടാ. ഞങ്ങളും കൂടെ ഇറങ്ങി അടിച്ചേനെ. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വർക്കക്കാരിടാ. നീ മിണ്ടരുതണ്ടേ.
ഞാൻ ഇല്ലാത്ത നേരത്തെ നിങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പൊ ഓക്കെ, ബോയ്സ്. റെക്കോർഡ് വരുമാനവുമായി KSRTC മുന്നേറുന്നു. KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വരുമാനമാണ് ഇതെന്ന് അധികൃതർ അറിയിച്ചു. ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനമാണ് വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്ന് ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള എബി മാത്യു ഗ്ലോബൽ വിഷനെ അറിയിച്ചു. റെക്കോർഡ് കളക്ഷനുമായി KSRTC കുതിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി KSRTC ലാഭത്തിലേക്ക്. അവര് കൊള്ളാലോ. ചായ കൊണ്ടുപോടോ, കൊണ്ടുപോടോ. എന്തുവാടോ ഇത്? മലയാള ഭൂമി പത്രം അല്ലേ? ആണല്ലോ. ബ്ലാക്ക് ആൻഡ് സുരക്ഷയുള്ള മന്ത്രി അറ്റാക്ക് വന്ന് മരിച്ച പോലെ. CM എന്തൊക്കെയാ പറഞ്ഞ് മുന്നിൽ ഒരു കല്ല് വന്ന് വീഴും, അതാരും മറിഞ്ഞ് കെട്ടി ആരോ മറിഞ്ഞ് തലയും കുത്തി മറിഞ്ഞ് വീഴും എന്നൊക്കെ. അവരച്ചീവ് ചെയ്യില്ല. ആദ്യം തന്നെ CM ഈ ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങി വാ, എന്നിട്ട് കണ്ണു തുറന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് കാണാം. ഈ അണികളോട് ഇങ്ങനെ തള്ളും പോലെ ഞങ്ങളോട് ഇങ്ങനെ തള്ളാതെ. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. 9 കോടി കളക്ട് ചെയ്യണം. അമാരെന്തായാലും അച്ചീവ് ചെയ്യും. ബസ് ഓണേഴ്സിൻ്റെ നിന്ന് മേടിച്ച കാശ് എങ്ങനെ കൊടുക്കുമെന്നാ. എന്തായാലും ഇത് ഒരുമാതിരി ഐഡിയ ആയിപ്പോയി സാറേ. ഇനി ഇത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരൈഡിയ ഉണ്ട്. എന്താ എന്താ ഐഡിയ? ഉണ്ട്. ഭാവി MLA ഇച്ചിരി നീങ്ങിയെന്ന്. എന്താ സാറേ, ടാർജറ്റ് അച്ചീവ് ചെയ്യാതിരിക്കാൻ എൻ്റെ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എന്തെങ്കിലും പറ്റുമോ? എങ്ങനെയുണ്ട്? കേരളത്തിൽ നാളെ ഹർത്താൽ. മലയാളി കോൺഗ്രസ് യൂത്ത് പ്രസിഡന്റ് സാബു വട്ടപ്പാറയെ കൊലപ്പെടുത്താൻ അജ്ഞാതർ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഭരണമുന്നണി നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഡൈബി, ഒരു പ്രശ്നമുണ്ട്. എന്താ? നാളെ ഹർത്താലാണ്. ഹർത്താലാ? ആ, ഇനി എങ്ങനെ വണ്ടികൾ ഇറക്കും, എങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും എനിക്കറിയില്ല. എടാ, വണ്ടി ഇറക്കാത്ത ജനങ്ങൾ ഇറങ്ങൂലല്ലോ. ഇതിപ്പോ എന്തിന്റെ പേരെ കൊണ്ട് വെച്ചാൽ ഹർത്താലാ? ഈ മലയാളി കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റിനെ ആരോ ആക്രമിച്ചെന്ന്. എല്ലാ തവണത്തെ പോലെ പാലും പത്രം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് KSRTC ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഇതാവൊന്നുമല്ല, അവന്മാരെ നമുക്കിട്ട് വെച്ചേക്കണ പണിയാണ്. ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ പുതിയ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്താ ശ്രീരേട്ടാ? സാറിനൊന്ന് വിളിക്കട്ടെ. സാർ, ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ടാർജറ്റ് അച്ചീവ് ചെയ്യാതിരിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. നാളെ ഇപ്പോ ഹർത്താലായതുകൊണ്ട് കോടതി എന്തെങ്കിലും ഒരു ഇളവ് കിട്ടും നമുക്ക്? നിലവിലുള്ള കേരളത്തിലെ സാഹചര്യത്തിൽ KSRTC ഓടിച്ച് ടാർജറ്റ് അച്ചീവ് ചെയ്യാനല്ലേ കോടതി നിർദ്ദേശിച്ചത്. അപ്പൊ ടാർജറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ കോടതിയിൽ പ്രയോജനമുള്ളൂ. മറിച്ചായാൽ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? മോനെ എബി, നീ വായിച്ചിട്ടില്ലേ? ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ വിജയം. നീ ധൈര്യമായിരിക്കടാ. ഓക്കെ സാർ. സാറെന്താ പറഞ്ഞേ? സാറെന്താ പറഞ്ഞേന്ന്? എല്ലാം ശരിയാവൂടാ. സർ, നമ്മൾ ടെൻഷൻ അടിക്കണ്ട. സാധാരണ പണിമുടക്കും ഹർത്താലും ഒക്കെ നടക്കുമ്പോൾ KSRTCക്ക് നല്ല വരുമാനം ഉണ്ടാകാറുണ്ട്. അതെങ്ങനെയാ സാറേ? മറ്റു വാഹനങ്ങളൊന്നും ഓടുന്നില്ലല്ലോ സാറേ. അപ്പൊ റിസ്ക് എടുത്ത് അധികം വണ്ടി റോട്ടിൽ ഇറക്കിയ നമുക്ക് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാം. എന്തേ?
അല്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവന്മാരുണ്ട് ഹർത്താലിടാൻ അവന്മാരുന്ന മണ്ടന്മാരാണോ? ഇതൊക്കെ നടത്തി അവർക്ക് പരിചയം വേണ്ടേ? നാളെ പ്രൈവറ്റ് ബസ് ഇറങ്ങുന്ന റൂട്ടിലും നമ്മുടെ വണ്ടിയിൽ ഇറങ്ങും. നമ്മൾ നാളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. പക്ഷെ ജനം ഇറങ്ങണം. എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. നമസ്കാരം. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ലൈവ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളോടൊരു നന്ദി പറയാൻ വേണ്ടിയാണ്. കാര്യം ഒരു 6 മാസമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും KSRTC എംപ്ലോയീസ് എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്ന് തന്ന സപ്പോർട്ട് ചെറുതല്ല. നാളെ ഒറ്റൊരു ദിവസം നമുക്കുള്ളത് 9 കോടി രൂപ നമുക്ക് കളക്ട് ചെയ്യണം. നമ്മളും KSRTCയിലെ എൻ്റയർ എംപ്ലോയീസും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സെർവ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും പുറത്തിറങ്ങി നാളെ ഒരു സാധാരണ ദിവസമാക്കി മാറ്റിയാൽ മാത്രമേ ഇത് വിജയിക്കൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ KSRTC വാഹനങ്ങളും നാളെ ഇറങ്ങും. പക്ഷെ എത്ര വണ്ടികൾ ഇറങ്ങിയാലും നിങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്റ്റാഫും എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും നിങ്ങൾ പുറത്തിറങ്ങിയാലേ വിജയിക്കുള്ളൂ, നമ്മൾ ജയിക്കുള്ളൂ. കാര്യം ഇതൊരു തുടക്കമാവണം. നാളെ ഒരു ഹർത്താൽ ദിവസമാണ്, ഇറങ്ങാതെ വീട്ടിലിരിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മൾ നാളെ പുറത്തിറങ്ങിയാൽ ഈ പ്രസ്ഥാനം നിലനിൽക്കും, നമ്മൾ വിജയിക്കും. ഈ പ്രസ്ഥാനം നിലനിന്നാൽ ഇത് പല പല കാര്യങ്ങൾക്കൊരു തുടക്കമായി മാറും. സേവ് KSRTC. നിങ്ങൾ നാളെ പുറത്തിറങ്ങണം. താങ്ക് യു സോ മച്ച്.